വെൽക്കം ടു കേരള കിച്ചൺ. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏകദേശം 2 ടീസ്പൂൺ, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, 3 മുട്ട പുഴുങ്ങി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 സവാള ആവശ്യമുണ്ട്. അത് ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയാണ്. പിന്നെ ഉപ്പും കറിവേപ്പിലയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് അത് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമുക്കിത് ഏകദേശം ബ്രൗൺ നിറം ആവുന്നിടം വരെ വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പം സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുത്തു. ഈ തക്കാളി നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റണം. അപ്പോൾ മാത്രമേ ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറിക്കിട്ടുകയുള്ളൂ. അതിനുശേഷമേ നമ്മുടെ ബാക്കി പൊടികൾ ചേർക്കാവൂ. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഏകദേശം 1/4 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഈ സമയം നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഒഴിക്കാവൂ. കാരണം നമ്മൾ എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതി. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം ആവി കയറ്റാം. അങ്ങനെ ആവി കയറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളവും ആ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ആ മസാലയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇനി നമുക്ക് മൂടി തുറന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുക്കാം. ഈ സോയ് സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഈ സമയത്താണ് നമുക്ക് ഈ മസാലയുടെ ഉപ്പ് നോക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ സവാളയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സോയ് സോസിന് ഉപ്പുണ്ട്. അപ്പം ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. എപ്പോഴും ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കാൻ വേണ്ടി. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ എഗ്ഗ് എടുത്ത് അതിൻ്റെ 3 വശവും നന്നായിട്ട് ഒരു നൈഫ് വെച്ച് ഒന്ന് വരയിട്ടിട്ട്, അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. ഇതുപോലെ ഒരു നൈഫ് എടുക്കുക. എന്നിട്ട് 3 സൈഡും ചെറുതായിട്ടൊന്ന് വരയ്ക്കുക. അധികം ഡീപ്പായിട്ട് വരയ്ക്കൽ, ചിലപ്പോൾ അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് നടുക്കൂടെ കീറി 2 പാർട്ടായിട്ട് ഈ മസാലയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുമ്പം അതിനകത്തെ ആ മഞ്ഞയൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പം എഗ്ഗ് പൊടിയേയില്ല. എഗ്ഗിനകത്തേക്ക് മസാല നന്നായിട്ട് ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ സോയ് സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഈ സോയ് സോസ് ചേർക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആ ഒരു രുചി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സോയ് സോസ് ചേർത്തത്. എല്ലാവരുടെയും വീട്ടിൽ സോയ് സോസ് അവൈലബിൾ ആവണമെന്നില്ല. അപ്പം നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ ആ സോയ് സോസിൻ്റെ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയുള്ള എഗ് റോസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ആവി കയറ്റാം.
ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ എഗ് റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. നല്ലൊരു റെസിപ്പിയാണിത്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ എഗ് റോസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വിഭവമായി കാണും വരേക്കും. ബൈ ബൈ.